ഉമ്മാ ആ ഹൈദ്രോസേ അവിടെ മോനേട്ടാ എന്ത് ഇങ്ങനെ പോണു. എന്നാ എന്താ പണിയുണ്ടപ്പാ? എന്ത് പണി? പണിയൊന്നുമില്ലടോ. ഞാൻ ഇന്നലെ ഈ വഴിക്ക് വരണം വെച്ചിട്ടുണ്ടായിരുന്നു. ഏയ് അതിലതങ്ങനെ പൊട്ടില്ലടോ. നിങ്ങൾക്ക് എന്താ മോനേട്ടാ? ഈ തൂക്കാത്രത്തിലാ എൻ്റെ ഉമ്മ ഉള്ള കാലത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് പൊട്ടാത്തപ്പോൾ എന്നാ പൊട്ടുക? പൊട്ടില്ല എൻ്റെ മോനേട്ടാ. ഹൈദ്രോസേ, ആ നീലേച്ചിയെ അടുത്ത ആഴ്ചയിൽ വരുമ്പളേ ഒരു കാരോല ചട്ടി കൊടുന്നു തരണട്ടാ. അതിന്റെ ഒരു കുറവും കൂടി ഉള്ളു. ഇപ്പൊ എന്താ അപ്പച്ചട്ടിക്ക് എന്താ തകരാറ്? ഇതിലല്ലേ അപ്പുണ്ടാക്കിയത്? അതിലുണ്ടാക്കിയൊക്കെ കേടുവരികയാണേ. ആ മാവ് പിടിക്കാണ് അതിലേ. അപ്പൊന്നും നേരെയാവണില്ല. പിന്നെ പണ്ട് വാങ്ങിയതല്ലേ, കൊറേ കാലായി അപ്പച്ചട്ടിയൊക്കെ. അതൊക്കെ കേടുവന്ന് നടക്കണു. എന്തായാലും അടുത്ത ആഴ്ച കൊണ്ടുവരാം. ആ മറക്കരുത്. അടുത്ത ആഴ്ച വരുമ്പോ കൊണ്ടുവരണട്ടാ. എന്നാ ശരി. ആ തിന്നടോ. മോനേട്ടാ, എൻ്റെ ഉമ്മ വ്യാഴാഴ്ച മാത്രമേ കാരോലപ്പുണ്ടാക്കിയിരുന്നു. അന്നാണ് എൻ്റെ തന്ത പെരുമ്പിലാവ് ചന്തയിൽ ആടിനെ കൊണ്ടുപോകുന്ന ദിവസം. അന്ന് എന്താണാവോ, അന്ന് തന്ത നേരത്തെ കലിതുള്ളി വന്നിക്കണു. കാരോലപ്പത്തിൻ്റെ പാത്രം തിളച്ച എണ്ണയ്ക്കൊപ്പം ഒറ്റയേറ പൗതി എണ്ണയും എൻ്റെ നബീസുവിൻ്റെ കാലുമരിക്ക. ഓളന്ന് 4ാം ക്ലാസ്സിലാ. ഓള് നെല്ലൊളിച്ചത് ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്, ചെവിയിലുണ്ട്. ഇത് കാണുമ്പോൾ ഒരു ഇടങ്ങറ, ഒരു വല്ലാത്ത നീറ്റില്ല. ഈ കാരോരപ്പത്തിനൊന്നേ വലിയ മധുരല്ലേ മോനേട്ടാ. ഉമ്മ, നബീസ് വന്നിക്കണോ? ഓൾക്ക് ഒരു മാറ്റമില്ലെന്നും. നിങ്ങൾ കോഴിമുട്ട വാങ്ങിക്കണ അതേ തൂക്കാത്രത്തിലാണ് ഞാൻ വാങ്ങിക്കും. നമ്മുടെ ചാലാച്ചിയിലെ നീലേച്ചയുടെ അടുത്തുനിന്നേ. നിങ്ങളന്ന് വ്യാഴാഴ്ച അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിമുട്ട പൊരിച്ചു തരാന്ന്. നിങ്ങൾ തന്നില്ല. പറഞ്ഞു പറ്റിക്കാൻ ഞങ്ങളെപ്പോലെ മിടിക്കാൻ ആരുമില്ലമ്മ. കാർത്തു, ആനക്കൊരു സാരി ഒന്നും വേണ്ടേ? ആടുകളൊക്കെ നടക്കുമ്പോ എന്തിനാ സാരി? എത്ര കാലായി. കാർത്തൂനുള്ളതേ ഞങ്ങൾ ആങ്ങളമാര് മേടിച്ചു കൊടുത്തോണ്ട്. എന്നിട്ട് ആങ്ങളമാര് എത്ര മേടിച്ചു കൊടുത്തിട്ടുണ്ട്? ചേലക്കാടാ പോയിക്കാ അവിടുത്തെ അങ്ങനെ പറഞ്ഞോ. അല്ലാ പഠിച്ചോനെ, തുണിക്കെട്ട് തിരടങ്ങാറായി. ഹൈദ്രോസേ. ഓ ടീച്ചറേ, എന്താണ്? നോക്കി കുറച്ച് സെലക്ട് ചെയ്യാൻ പറ്റി. വേറെ ചില യാത്ര ഉണ്ടായിരുന്നു. ആ അതന്നെ ഹൈദ്രോസേ, പ്രാവശ്യമൊക്കെ നല്ല നല്ല സാരികളാണല്ലോ. അതെടുത്തോളി. അത് ഒന്നാമത്തെ സാരിയാ. അതിനും മഞ്ഞ കഴിഞ്ഞിട്ടാ. ടീച്ചറെ, ഈ സാരി കൊടുത്തിട്ടാ പിള്ളേരെ പഠിപ്പിക്കാൻ പോണ്. എന്താ അതിനൊരു കുഴപ്പം? ചങ്ങായി, ഇത് കമ്പം തേഞ്ഞ് വഴിക്ക് മറിഞ്ഞു വന്ന സാധനമാണ്. ഇതൊന്നും ഇവിടെ കിട്ടൂല. ചിലതൊക്കെ ചിലയിടത്തേ കിട്ടുള്ളൂ. അതാണ്. ഹൈദ്രോസേ, ഇത് കണക്കിൽ വെച്ചോട്ടോ. ആയിക്കോട്ടെ. കുട്ടാ, എവിടെ ഉണ്ടായിരുന്നു? ഞാനേ കുട്ടുറകാല് വിളക്കലുണ്ടായിരുന്നു. അപ്പോ
അത് കഴിഞ്ഞ് വരിക. ആ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് വെക്കി. അതിപ്പോ വേണ്ടോ? അല്ല കുഴപ്പമില്ല, ഇപ്പൊ അത്ര തിടുക്കല്ലേ അതുകൊണ്ടാ. അല്ല കുഴപ്പമില്ല, നിങ്ങൾ ഇത് വെച്ചോളെ. ഇപ്പം ഉണ്ട് അതുകൊണ്ടാ. എനിക്ക് തിടുക്കല്ല എൻ്റെ കുട്ടാ. ഞാനിപ്പോ ഇതിന് സാരില്ല. പണിയായിട്ട് ഇത് വീണ്ടും ചെരിഞ്ഞ ഇതിന്നെ അടങ്ങറാക്കുന്നെ തോന്നുന്നു. ഹൈദ്രോസേ എന്താണുമ്മ, എന്താ പാട്? എന്താ അത് എന്നിട്ട് കുറച്ച് കാര്യം ഒരവസ്ഥയാണത്. അതിന്റെ വക്ക് പൊട്ടിക്കണ്. വക്ക് പൊട്ടിയതാന്നും ഇതിനൊന്നും വലിയ വിലയൊന്നും മേടിക്കുമ്പോ പുത്തനായിരുന്നു. എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു കിണ്ടി. ഇതിലിങ്ങനെ നിറച്ച് വെള്ളം വെച്ചിട്ടേ ഉമ്മ അങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോൾ ഉമ്മയ്ക്ക് വലിയ സന്തോഷാ. ഇന്നലെയും കൂടി ഓർത്തേ ഉള്ളൂ എൻ്റെ ഉമ്മയുടെ കാര്യം. നീലയിലെ വീട്ടിൽ നിന്നേ അപ്പം കൊണ്ടുവന്നിട്ട് കാരോലപ്പം കൊണ്ടുവന്നിട്ട് കയ്യിൽ തന്നു. അപ്പം ഞാൻ എൻ്റെ ഉമ്മയും ഓർത്തു. എന്താ ഒരു സാധനം അങ്ങനെ തിന്നിക്കണ്, കുറേ തിന്നിക്കണ്. നിങ്ങളെ പിന്നാരം പറയണ്ടേ, ഇത് വെച്ചോളി. ഉമ്മ പോയിക്കോ. അല്ല അതൊക്കെ ഒരു കാലം. ഉമ്മ, നിങ്ങളുടെ കൂട്ടുകാരി പറയണേ നിങ്ങളുണ്ടാക്കണ കാരോലപ്പം ഇഷ്ടാന്ന്. അന്ന് വ്യാഴാഴ്ചയും കഴിഞ്ഞിട്ട് ഞങ്ങളാ ചങ്ങായിമാരുടെ കൂടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നും വിളിക്കണമാരും ഉമ്മാന്ന് വിളിച്ചു. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നിങ്ങളില്ലാത്ത കൂടിയാവില്ല. പനി വന്നിട്ട് മറിച്ച് കിടന്നപ്പോഴേ അടുത്തില്ലെങ്കിൽ ഒരു സുഖമില്ലാന്നു. നിങ്ങൾ കുടിയിലേക്ക് വരില്ലല്ലോ, ഞങ്ങളും കൂടാണല്ലോ വരേണ്ടത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ